ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കൊല്ലവും കഴിഞ്ഞ തവണ UDF-ന് ഏറെ പിന്നോക്കം പോകേണ്ടി വന്ന ഒരു ജില്ലയാണ്. അല്ല, കുണ്ടറയും കരുനാഗപ്പള്ളിയും 2 സീറ്റുകൾ മാത്രമാണ് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ UDF. അതായത് ആദ്യമുള്ള 11 സീറ്റിൽ 2 സീറ്റുകൾ മാത്രം. സീറ്റുകളും LDF-നൊപ്പമായിരുന്നു. കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രം UDF-നൊപ്പം നിന്നു. ഇത്തവണ കുണ്ടറയും കരുനാഗപ്പള്ളിയും ഉറപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം PC വിശ്വനാഥ് കുണ്ടറയിൽ MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. കരുനാഗപ്പള്ളിയിലേക്ക് വന്നാൽ CR മഹേഷ്, കോൺഗ്രസിന്റെ 2 യുവ തുർക്കികളും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും അവിടെ ഇത്തവണയും അത് ആ സീറ്റ് അവർക്ക് തന്നെ ജയിക്കാം, തുടർച്ചയായി അവർക്ക് ജയമുണ്ടാകുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അതായത് UDF-ന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇന്നും കൊല്ലവും കരുനാഗപ്പള്ളിയും കുണ്ടറയും അവർ ചേർക്കുന്നുണ്ട്. അതിനൊപ്പം ചവറയും കൊല്ലവും കൂടി ആ ലിസ്റ്റിലേക്ക് വരികയാണ്. ചവറയിൽ ഷിബു ബേബി ജോണും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഷിബു ബേബി ജോൺ. പക്ഷേ ഇത്തവണ ഷിബു ജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം കൊല്ലത്തെ UDF കേന്ദ്രങ്ങൾക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളിയും ചവറയും കൊല്ലവും കുണ്ടറയുമാണ് ഇത്തവണ UDF-ന്റെ ഭാഗമായി കാണുന്നത്. ഈ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയത് കുന്നത്തൂര് നമ്മൾ മാറ്റി നിർത്തി, ചാത്തന്നൂർ മാറ്റി നിർത്തി, കൊട്ടാരക്കര ഈ പട്ടികയിൽ ഇല്ല, അല്ലേ? ഇല്ല. പക്ഷേ ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഈ പട്ടികയിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, കുണ്ടറ, ഇതിനു പുറമെ കുന്നത്തൂർ മണ്ഡലം ഇത്തവണ UDF നേടും. കോവൂർ കുഞ്ഞുമോൻ ഇത്തവണ അപ്പോൾ കുന്നത്തൂർ കൂടി ആ പട്ടികയിലേക്ക് വരും. പുനലൂർ ശരിയാണ്, അത് LDF-ന്റെ കോട്ടയാണ്, അങ്ങനെ തന്നെ നിൽക്കും. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണി തോൽക്കുവാനുള്ള സാധ്യത കുറവാണ്. ഇരവിപുരം, അവിടെ നൌഷാദ് വീണ്ടും MLA ആകുവാനുള്ള സാധ്യത കൂടുതൽ. വിഷ്ണു മോഹന് അങ്ങനെ ഒരു അട്ടിമറി നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഈ LDF ഉറപ്പിച്ച പുനലൂർ, ചടയമംഗലം, ഇരവിപുരം ശരിയാണ്. UDF-ന്റെ കൂട്ടത്തിൽ കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, കുണ്ടറ, പിന്നെ ഉള്ളത് കുന്നത്തൂരിലെ മഞ്ജുഷ കഴിഞ്ഞ 2790 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ അവിടെ കോവൂർ കുഞ്ഞുമോൻ ജയിച്ചത്. അവിടെ ഉല്ലാസ് കോവൂർ കഴിഞ്ഞ 5 വർഷവും അവിടെ നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ഉല്ലാസ് കോവൂർ തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത്. അപ്പോൾ മഞ്ജുഷയുടെ കണക്കനുസരിച്ച് 5 സീറ്റുകളിലേക്ക് കൊല്ലത്ത് ഒരു പക്ഷേ UDF എത്തിയേക്കാം എന്നുള്ളതാണ്, അല്ലെ? LDF ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാൽ അവിടെ പുനലൂരും ചടയമംഗലവും ഇരവിപുരത്തിന്റെ കാര്യം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് RSP കേന്ദ്രങ്ങൾ, RSPയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്ന അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുനലൂരും ചടയമംഗലവും അവർ ഉറപ്പായും ഏത് സാഹചര്യത്തിലും ലഭിക്കുന്ന 2 മണ്ഡലങ്ങളായി. നമ്മളിത് LDF ഉറപ്പിച്ച മണ്ഡലമാണ്. ഒഴിവാക്കി നിർത്തിയ മറ്റൊരു മണ്ഡലമാണ് ചാത്തന്നൂര്. അവിടെ എന്തായാലും UDF-ന് സാധ്യതയില്ല. LDF-ന്റെ R രാജേന്ദ്രനും BB ഗോപകുമാർ, BJP-യുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരമാണ്. അത് മാത്രമല്ല BJP ജയിക്കാൻ സാധ്യതയുള്ള പട്ടികയിൽ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാത്തന്നൂരാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ചാത്തന്നൂരിനെ LDF-ന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെയുള്ളത് പത്തനാപുരമാണ്. പത്തനാപുരം KB ഗണേഷ് കുമാറിന്റെ കോട്ട എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. 2001 മുതൽ അങ്ങനെയാണ്. അവിടെ ഇത്തവണ ജ്യോതികുമാർ ചാമക്കാല UDF-ന് വേണ്ടി ഒരു അട്ടിമറി നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ 9-2 എന്നുള്ള ഗണത്തിൽ വലിയ മാറ്റം കൊല്ലം ജില്ലയിൽ സംഭവിക്കാൻ പോവുകയാണ്. കിരണിന്റെ സ്വന്തം ജില്ലയാണ് കൊല്ലം ജില്ല. അവിടെ എന്തായാലും മാറ്റം ഉണ്ടെങ്കിൽ അവിടെ UDF-ന് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഭരണത്തിലേക്ക് വരാൻ സാധിക്കും. ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. കൊല്ലം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം കൊല്ലത്ത് സംഭവിച്ചതാണ്. കോർപ്പറേഷനിലടക്കം വലിയ മാറ്റം കൊല്ലത്ത് സംഭവിക്കുന്നു. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ LDF-ന് ദുഷ്കരമാകും കൊല്ലത്തെ കാര്യങ്ങൾ, സംശയമില്ല. ഈ 4 മണ്ഡലങ്ങൾക്കും അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഈ 4 മണ്ഡലത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നല്ലേ? ചവറയുടെ കാര്യത്തിൽ ഉണ്ടോ? സാധ്യത ഇല്ലേ? ഷിബു ബേബി ജോൺ ജയിക്കുവാനുള്ള, LDF-ൽ നിന്ന് UDF പിടിച്ചെടുക്കുവാനുള്ള? മഞ്ജുഷ, കൊല്ലം 2001 ശേഷം 4 തെരഞ്ഞെടുപ്പുകളിലും ചുവന്ന് തുടുത്തു തന്നെ നിന്ന ഒരു ജില്ലയാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ വർഷം 2 സീറ്റുകളാണ് പോയത്. 1 സീറ്റോ 2 സീറ്റോ അല്ലെങ്കിൽ 0 സീറ്റുകളിലടക്കം UDF വല്ലാതെ പിന്നാക്കം പോയതാണ് കഴിഞ്ഞ 20 വർഷങ്ങളിൽ കൊല്ലം ജില്ല. പക്ഷേ ഇത്തവണ അവർ ഒരു വലിയ മടങ്ങിവരവിന് പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ ജില്ല ഇതിൽ കാണിച്ചിരിക്കുന്ന UDF ഉറപ്പിച്ചതെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ UDF-ന് ഉറപ്പാണ്. ചവറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെക്കുറെ ഉറപ്പ് എന്ന് പറയാം. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. കുണ്ടറയും ഉറപ്പാണ്. കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലവും ചവറയും ഇത് രണ്ടും UDF സാധ്യത കാണുന്നതാണ്. മറ്റൊന്ന് സാധ്യത കൂടി നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ കുന്നത്തൂരാണ് കാണുന്നത്. കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തി ഉല്ലാസ് കോവൂർ ഇത്തവണ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന് UDF കാണുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പത്തനാപുരമാണ്.
പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഈ തവണ കെ.ബി. ഗണേഷ് കുമാറിനെ അട്ടിമറിച്ച് വിജയിക്കാൻ സാധ്യത. പത്തനാപുരമാണോ കൊട്ടാരക്കരയാണോ കാണുന്നത് കൂടുതൽ? കൊട്ടാരക്കരയെ സംബന്ധിച്ച് അങ്ങനെ ഒരു എന്റെ വിലയിരുത്തലിൽ കൊട്ടാരക്കരയെ സംബന്ധിച്ച് കൊട്ടാരക്കരയിൽ അവിടെ കെ.എൻ. ബാലഗോപാൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഐഷ പോറ്റിയെ പോലെ ഇതുവരെ LDF നിൽക്കുകയും അവസാന നിമിഷം UDF വരികയും അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം അവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ കാരണമോ അല്ലെങ്കിൽ വിയോജിപ്പൊന്നും അവർക്ക് പറയാനില്ല. അങ്ങനെ ഒരു കാരണത്താൽ വന്ന ഒരാൾ കൊണ്ട് ഒരു ധനമന്ത്രിയായിരുന്ന ഒരാൾ അവിടെ വികസന പ്രവർത്തനം നടത്തിയ ഒരാളൊക്കെ കാര്യമായിട്ട് അട്ടിമറിക്കാൻ. അപ്പോൾ LDF ഉറപ്പിച്ചത് എന്ന പട്ടികയിലേക്ക് കൊട്ടാരക്കര മാറ്റാൻ പറ്റുമോ ഇല്ലയോ? LDF ഉറപ്പിച്ചതിന്റെ പട്ടികയിലേക്ക് കൊട്ടാരക്കര പൂർണ്ണമായും മാറ്റാൻ കഴിയും. ഈ 4 മണ്ഡലത്തിനൊപ്പം കുന്നത്തൂർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബാക്കി 11 മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളും LDF സംബന്ധിച്ച് ഉറപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പരമാവധി 5+1 ഏറ്റവും കൂടിയാൽ UDF സംബന്ധിച്ച് ഏറ്റവും കൂടിയ പ്രതീക്ഷ അതാണ്. കരുനാഗപ്പള്ളി അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന മണ്ഡലമാണ്. കുണ്ടറ അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന മണ്ഡലമാണ്. കുന്നത്തൂർ അവർ വിജയിക്കുമെന്ന് പറയുന്നു. ചവറ വിജയിക്കുമെന്ന് പറയുന്നു. കൊല്ലം വിജയിക്കുമെന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു മണ്ഡലം പത്തനാപുരമാണ്. അങ്ങനെ ഈ 6 മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് എവിടെയും UDF സംബന്ധിച്ച് UDF കണക്കൂട്ടലിൽ എവിടെയും ഒരു വിജയസാധ്യത കാണുന്നത്. ആ പരമാവധിയാണ് ഞാൻ ഈ പറഞ്ഞത് 6 എന്നുള്ളതാണ്. ബാക്കി മണ്ഡലങ്ങൾ സ്വാഭാവികമായും 11-ൽ ബാക്കി മണ്ഡലങ്ങളിൽ LDF തന്നെയാണ് വിജയം. ഈ 6-ൽ എവിടെ കുറഞ്ഞാലും അത് LDF നേരിയ മേൽക്കൈ എന്തായാലും UDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയും. പക്ഷേ ജില്ലയിലാകെ LDF മറികടന്ന് UDF ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അല്ലെങ്കിൽ തരംഗം ഉണ്ടാവും. അല്ല, ഈ കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, കുണ്ടറ, പിന്നെ പറഞ്ഞത് കിരൺ പറഞ്ഞ 6 മണ്ഡലങ്ങളിൽ വരുന്നത് ഒന്ന് ഏറ്റവും ഉറപ്പായി ജയിക്കുന്ന കഴിഞ്ഞ തവണ വിജയിച്ച CR മഹേഷ് കരുനാഗപ്പള്ളി, 2 PC വിഷ്ണുനാഥ് കുണ്ടറ, മൂന്നാമത് വരുന്നത് കുന്നത്തൂരാണ്. കുന്നത്തൂർ കഴിഞ്ഞ 5 വർഷമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കോവൂർ കുഞ്ഞുമോനെതിരെ കഴിഞ്ഞ 2 തവണ തുടർച്ച എതിരാളിയായിരുന്ന ഉല്ലാസ് കോവൂർ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് 4-മത് വരുന്നത് ചവറയാണ്. ചവറ സുജിത്ത് വിജയംപിള്ളയാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. സുജിത്ത് വിജയംപിള്ളയെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ MLA ആയിരുന്ന ഷിബു ബേബി ജോൺ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് അടുത്ത് കാണുന്ന 5-മത്തെ സീറ്റ് എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് S ജയമോഹനാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ തുടർച്ചയായി കഴിഞ്ഞ തവണത്തെ നേരിയ പരാജയത്തിന് ശേഷം തുടർച്ചയായി നിന്ന് വർക്ക് ചെയ്യുകയാണ്. അവിടെ ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമായ വ്യക്തിപരമായ അങ്ങനെ ഒരു പരാജയം കഴിഞ്ഞ തവണ ചെറിയ മാർജിൻ പരാജയപ്പെട്ടതിൻ്റെ ഒരു സഹതാപ തരംഗമുണ്ട്. ഒപ്പം UDF എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കാലത്ത് അല്ലെങ്കിൽ ആരെ നിർത്തിയാലും കൊല്ലം അല്ലാതെ മറച്ചു പോകാത്തൊരു ജില്ലയായിരുന്നു, ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ അവിടെ അത്തരം ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന് 6-മത്തെ മണ്ഡലം പത്തനാപുരമാണ്. പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാറിനെ അട്ടിമറിച്ച് അവിടെ ജ്യോതികുമാർ ചാമക്കാല എത്താനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ 6 മണ്ഡലങ്ങൾ UDF നേടുന്നു, 5 മണ്ഡലങ്ങൾ LDF പോകുന്നു. 2 സീറ്റിൽ നിന്ന് 6 ആയിട്ട് ഉയർത്തുവാൻ UDF കഴിയുന്നു. ഈ പറയുന്ന ചാത്തന്നൂർ അവിടെ BJP പ്രതീക്ഷയുണ്ട്, പക്ഷേ അവിടെ LDF ജയിക്കുകയുള്ളൂ അല്ലെ? LDF പട്ടികയിലേക്ക് അതുകൊണ്ട് UDF അനുകൂല തരംഗം ഉണ്ടായാൽ പോലും കൊല്ലം ജില്ലയിൽ നിന്ന് UDF പരമാവധി പ്രതീക്ഷിക്കാവുന്നത് 6 എന്ന നമ്പർ ആയിരിക്കും. കാരണം അതിനപ്പുറം രാഷ്ട്രീയ ചിത്രം, ആ മണ്ഡലത്തിന്റെ സ്വഭാവം ഇടതുപക്ഷ കോട്ടകളായി നിൽക്കുന്ന ഇടമാണ്. പക്ഷെ നമുക്കൊരു 7 കൊടുക്കാൻ പറ്റില്ലേ സഹിത്ത്? 7 കൊടുക്കാൻ പറ്റണമെങ്കിൽ പത്തനാപുരം കൂടി അതിനകത്തേക്ക് വരണം അല്ലേ? അല്ല, 7 കൊടുക്കാൻ പറ്റണമെങ്കിൽ കൊട്ടാരക്കരയാണ് വരേണ്ടത്. അത് അത്തരം ഒരു അല്ലെങ്കിൽ ഒരു 100-ന് മേളിലൊക്കെ UDF ജയിക്കുന്ന ഒരു തരംഗം വരാതെ എനിക്ക് തോന്നുന്നില്ല കൊട്ടാരക്കരയിൽ ഒരു മാറ്റം ഉണ്ടാവും. കിരൺ പറഞ്ഞ ഈ 2 മണ്ഡലങ്ങൾ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ കുന്നത്തൂരില് കേവലം 2072 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ കഴിഞ്ഞ തവണ ജയിച്ചത്. അതായത് കോവൂർ കുഞ്ഞുമോൻ. അതുപോലെ ചവറയിൽ 1906 വോട്ടിന് മാത്രമാണ് സുജിത് വിജയംപിള്ള ജയിച്ചത്. മാറാൻ വളരെ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളാണ്. അതുപോലെ കൊല്ലം വളരെ പ്രധാനമാണ്. കേവലം 4000 കൊല്ലത്ത് ജയിക്കുന്നത് കേവലം മുകേഷ് കഴിഞ്ഞ 2072 വോട്ടുകൾക്ക് മാത്രമാണ്. അപ്പോൾ 3000-ൽ താഴെ വോട്ടുകൾക്ക് ഇവിടെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഠിനമാണ്. 14,336 വോട്ടുകൾക്കാണ്. അതായത് ഒരു തരംഗമൊന്നും ഉണ്ടായില്ലെങ്കിലും സ്വാഭാവികമായ തെരഞ്ഞെടുപ്പിലൂടെ മാറാവുന്ന 3 മണ്ഡലങ്ങളാണ്. മാറാവുന്ന മണ്ഡലങ്ങൾ എഴുതി കഴിഞ്ഞു. കൊല്ലം മാറാം അല്ലെ? അവിടെ മുകേഷ് കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിനാണ് ജയിച്ചത്. ഇത്തവണ പക്ഷേ ബിന്ദു കൃഷ്ണയ്ക്ക് ജയിക്കാൻ കഴിയും. കുന്നത്തൂരും അതുപോലെ തന്നെ മാറി. അപ്പോൾ ഞാൻ പറയുന്നു പരമാവധി 7 കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല അല്ലെ? അത് ഏറ്റവും പരമാവധിയാണ്. നേരത്തെ സൈത്ത് പറഞ്ഞാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഈ സംസ്ഥാനത്താകെ ഒരു വലിയ UDF തരംഗം ആഞ്ഞടിച്ചാലും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ചില സീറ്റുകളിൽ പിടിച്ചു തീർക്കാൻ ഇടതുമുന്നണിക്ക് കഴിയും. കൊല്ലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം അതാണ് എല്ലാ കാലത്തും. 2001-ൽ വലിയ തരംഗം ആഞ്ഞടിച്ച് കൊല്ലത്ത് കരുനാഗപ്പള്ളിയൊക്കെ പോലെ എല്ലാ കാലവും LDF ജയിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലത്ത് പിന്നീട് CR മഹേഷ് അവസാനം കഴിഞ്ഞ തവണ ജയിച്ചു എന്നതിനപ്പുറത്തേക്ക്
ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന സ്ഥലത്തടക്കം അവിടെ കടപുഴകി വീണു. അത് ഉണ്ടാവുന്നത് 2001 വലിയ തരംഗത്തിൽ, അപ്പോഴും 3 സീറ്റ് LDF പിടിച്ചു നിർത്തിയ മണ്ഡലമാണ്. അതുകൊണ്ട് കൊല്ലത്ത് വലിയൊരു തരംഗമുണ്ടായാലും അങ്ങനെ മൊത്തം ഇപ്പൊ തിരുവനന്തപുരമൊക്കെ ചിലപ്പോൾ വലിയ തരംഗമുണ്ടായാലും എല്ലാം കൂടി അട്ടിമറിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോകാനുള്ള സാധ്യത, അങ്ങനെ ചരിത്രമുണ്ട്. പക്ഷേ കൊല്ലം ജില്ലയ്ക്ക് അത്തരം ഒരു ചരിത്രമില്ല. കൊല്ലത്ത് CPM-നെ സംബന്ധിച്ച് ആ തരത്തിൽ താഴെത്തട്ടിൽ വേരോട്ടമുള്ള പാർട്ടിയാണ്, അങ്ങനെ വോട്ട് പിടിച്ചു നിർത്താൻ ഇപ്പോഴും കഴിയുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും കൊല്ലം ജില്ലയിൽ ഒരു പരിധിവരെ CPM-ന് എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയും. ഇനി കൊടുങ്കാറ്റൊന്നും ഉണ്ടായില്ലെങ്കിൽ അവിടെ CPM-ന് തന്നെ അല്ലെങ്കിൽ LDF-ന് തന്നെ നേരിയ മേൽക്കൈ ഉണ്ടാവും. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു വലിയ അപ്പർ ഹാൻഡ് 13-ൽ 2 2 മാത്രം കൊടുത്ത് 9 പിടിക്കുക, അതൊന്നും കഴിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ചടയമംഗലത്തൊരു മാറ്റം ഉണ്ടാകില്ല അല്ലേ? CPI തന്നെ നിലനിർത്തും. നസീറാണ് അവിടെ മത്സരിക്കുന്നത്. നസീർ വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ടോ? കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമായിരുന്നു ചിഞ്ചുറാണിക്ക് 13,678 വോട്ട്, ചിഞ്ചുറാണിക്ക് 13,678 വോട്ട്. അതെ, ചടയമംഗലം മാറാവുന്ന സാഹചര്യമല്ല. പരമ്പരാഗതമായി ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. മാത്രമല്ല ആദ്യ രംഗത്ത് ഈ പ്രചരണത്തിന്റെ ആദ്യ രംഗത്ത് ചിഞ്ചുറാണി അല്പം പിന്നോട്ട് പോയി എന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് ചിഞ്ചുറാണി വലിയ മുന്നേറ്റം നടത്തി. അതായത് ആ മണ്ഡലത്തിൽ റിസൾട്ട് മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കൊന്നും മാറിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ നമുക്കത് ഇടതുപക്ഷ കണക്കിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാവും ബുദ്ധിയെന്തോ. അതെ, നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം. കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, കുണ്ടറ, കുന്നത്തൂർ അല്ലേ, ഈ 5 മണ്ഡലങ്ങൾ UDF-ന് ഉറപ്പാണ്. LDF-ന് പുനലൂർ, ചടയമംഗലം, ഇരവിപുരം, കൊട്ടാരക്കര. അപ്പോഴും 5ഉം 4ഉം 9. പത്തനാപുരം എന്തായാലും നമുക്ക് പെൻഡിങ്ങിൽ നിർത്താൻ പറ്റും, ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ. കാരണം ഗണേഷ് കുമാർ ഇത്രയും വർഷം അവിടെ MLA ആയതാണ്. അപ്പോൾ ഇത്തവണ തോറ്റാലും അത്ഭുതപ്പെടേണ്ട അല്ലേ? ശരി, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് ജില്ലകളിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം, കൊല്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.